സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപം നണയും നിമിഷം. സ്വർഗീയവാതിൽ തുറക്കുമീ നിമിഷം, തിരുവോസ്തിരൂപം നണയും നിമിഷം. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. നവജീവനേകാൻ ആഹാരമായി തിരുനാഥനണയും നീ ബലിവേദിയിൽ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധ പരമകാരുണ്യമേ, നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യ സ്നേഹമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളിതാ ആമോദത്തോടെ നിന്റെ സന്നിധിയിലെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഓരോ കുടുംബങ്ങളിരുന്ന്, ഓരോ സമൂഹങ്ങളിരുന്ന് കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവേ, മാലാഖമാരുടെ കീർത്തനങ്ങളായി മാറട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയെ, റഫായേൽ മാലാഖയെ, മുഖ്യദൂതന്മാരെ ഓരോ കുടുംബത്തിനും ഓരോ സമൂഹത്തിനും ഇപ്പോൾ കാവലും കോട്ടയമായിരിക്കണമേ. ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, 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 യേശുവേ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ മക്കളെ, വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് ദിവികാരണനാഥൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഒത്തിരിയേറെ സങ്കടങ്ങളുണ്ടല്ലേ, ഒത്തിരിയേറെ വേദനകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലേ. സങ്കടങ്ങളും വേദനകളും ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ട് ദിവികാരണനാഥൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. ഇന്ന് നിങ്ങളോട് പറയുവാനായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന സന്ദേശം സഹനത്തെക്കുറിച്ച് പറയാനാണ്. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ ഒത്തിരി ദുഃഖത്തിൻ്റെ കഥകൾ ഞാൻ കേട്ടു. ഒരു മകൻ വിളിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ, അപ്പനും അമ്മയും മരിച്ചു, കോവിഡ് ബാധിച്ച്, ഞങ്ങൾക്കാരുമില്ല അച്ഛാ. ഒരമ്മ വിളിച്ചു പറഞ്ഞു, എൻ്റെ പേരക്കുട്ടി ഒരു വെള്ളത്തിൽ വീണ് മരിച്ചു അച്ഛാ. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഫാദറെ. ഒരു ഭാര്യ എന്നെ വിളിച്ചറിയിച്ചു, എന്നും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വീട് വിട്ടിറങ്ങുന്നത്. ഭർത്താവ് ജോലിക്ക് പോകും, ഞാനും ജോലിക്ക് പോകും. ജോലിക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഭർത്താവിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. 2 കാലും ഒടിഞ്ഞു അച്ഛാ. ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കുക? പ്രിയപ്പെട്ട മക്കളെ, കണ്ണുനീരോടെ പറഞ്ഞ ഈ വചസ്സുകൾ ഇപ്പോൾ ഞാൻ എൻ്റെ കർണപുടങ്ങളിൽ ശ്രവിക്കുകയാണ്. ഇവരോടൊക്കെ കർത്താവ് പറയുന്ന ഒരു വചനമുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കങ്ങളിൽ ശാന്തത കൈവിടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർക്ക് സഹനങ്ങൾ അവിടെ കൂടെ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. വേദനകളിലൂടെയുള്ള വിശുദ്ധീകരണം കർത്താവിന് ഏറ്റവും സ്വീകാര്യമാണ്. സങ്കടങ്ങളിലൂടെയുള്ള വിശുദ്ധീകരണം കർത്താവിന് ഏറെ ഇമ്പകരമാണ്. വേദന ആരിൽ നിന്നായാലും എവിടെ നിന്നായാലും യേശുവിനോട് ചേർന്ന് സ്വീകരിക്കുക, യേശുവിനോട് ചേർന്ന് സഹിക്കുക. ആവലാതിയും
പരാതിയുമില്ലാതെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വീകരിക്കുക. പ്രിയപ്പെട്ട മക്കളെ, മൗനമായ സഹനം ശക്തമായ സ്വർഗീയ ആയുധമാണെന്ന് നിങ്ങൾക്കറിയാമോ? മൗനമായ സഹനം ഒരു വലിയ സ്വർഗീയ ആയുധമാണ്. നാം മൗനമായിരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വലിയ വലിയ പരാജയങ്ങൾ, വലിയ വലിയ സങ്കടങ്ങൾ, വലിയ നഷ്ടങ്ങൾ, വലിയ രോഗപീഠകൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, ഈ സമയങ്ങളിലെല്ലാം ദൈവം നമ്മോട് വ്യക്തമായും ശക്തമായും സംസാരിക്കുന്ന സമയങ്ങളാണ്. ഞാനിത് വിശ്വസിക്കുകയാണ്. സഹനങ്ങൾ നമ്മുടെ മനുഷ്യൻ്റെ കൂടപ്പിറാക്കളാണ്. ഏതു മണ്ണിൽ നീ ചവിട്ടി നിൽക്കുന്നുവോ, ഏത് ജീവിതാവസ്ഥയിൽ നീ ജീവിക്കുന്നുവോ, ഏത് സ്ഥലത്ത് നിന്ന് നീ കടന്നു വരുന്നുവോ, ആ മണ്ണിൽ നിന്നാണ് നമുക്ക് സഹനമുണ്ടാകുന്നത്. എന്നുവെച്ചാൽ പറഞ്ഞ് മനസ്സിലായോ? വിശദീകരിക്കാം. നീ ഒരു കുടുംബത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്നാണ് നിനക്ക് സഹനമുണ്ടായിത്തീരുന്നത്. നീ ഒരു സന്യാസ സഭയിലാണെങ്കിൽ ആ സഭയിൽ നിന്നാണ് നിനക്ക് സഹനങ്ങൾ ഉണ്ടായിത്തീരുന്നത്. നീ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ ആ ജോലി സ്ഥലത്ത് നിന്നാണ് നമുക്ക് സഹനങ്ങൾ ഉണ്ടായിത്തീരുന്നത്. നീ ഒരു ധ്യാന ടീമിലാണെങ്കിൽ ആ ടീം അംഗങ്ങളിൽ നിന്നാണ് നിനക്ക് സഹനങ്ങൾ ഉണ്ടായിത്തീരുന്നത്. ഒരു കാര്യം മറക്കരുത്. ആർക്കു വേണ്ടി നീ ജീവിച്ചുവോ, ആരൊക്കെ നീ സ്നേഹിച്ചുവോ, ആരൊക്കെ നീ സഹായിച്ചുവോ, അവരിൽ നിന്നാണ് നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുക. ആർക്കു വേണ്ടി നമ്മൾ ജീവിച്ചുവോ, ആരൊക്കെ നമ്മൾ സ്നേഹിച്ചുവോ, ആരൊക്കെ നമ്മൾ സഹായിച്ചുവോ, അവരിൽ നിന്ന് മുറിപ്പെടുത്തുന്ന വേദനകൾ വരുമ്പോൾ സഹിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ദൃഷ്ടികൾ യേശുവിലേക്ക്, ക്രൂശിതനിലേക്ക് ഉയർത്തണം. പഴയ നിയമത്തിലേക്കൊന്ന് കടന്നു വന്നേ. ആബേലിൻ്റെ സഹനം സഹോദരൻ കായേലിൽ നിന്നായിരുന്നു. പൂർവ്വ യൗസേപ്പിൻ്റെ സഹനം സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നായിരുന്നു. ഊറിയായുടെ സഹനം ആർക്കു വേണ്ടി യുദ്ധം ചെയ്തുവോ ആ രാജാവിൽ നിന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരായി തീരരുത്, നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ ക്ഷീണിച്ചു പോകരുത്. കാരണം ദൈവം അനുവദിക്കുന്ന സഹനത്തിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്, കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. അതിനെ ചെറുതാക്കാനോ ഫലം കുറയ്ക്കാനോ ആരും ശ്രമിക്കരുത്. ദൈവം അനുവദിക്കുന്ന സഹനത്തിന് കൃത്യമായൊരു പദ്ധതിയുണ്ട്, ഒരു ഉദ്ദേശവുമുണ്ട്. അതിനെ ചെറുതാക്കാനോ ഫലം കുറയ്ക്കാനോ ഒഴിവാക്കാനോ ശ്രമിക്കുന്നത് മൗഢ്യമാണ്. എൻ്റെ മക്കളെ, നാം അനുഭവിച്ച് തീർക്കേണ്ട വേദനകളുണ്ട്. ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും അനുഭവിച്ച് തീർക്കേണ്ട കുറേ വേദനകളുണ്ട്. ചുമക്കേണ്ട ചില കുരിശുകളുണ്ട്, കയറേണ്ട കുറേ കാൽവരികളുണ്ട്. ഇത് നമ്മുടെ മനസ്സിൽ വെക്കണം. നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട വേദനകളും ചുമക്കേണ്ട കുരിശുകളും കയറേണ്ട കാൽവരിയും കർത്താവ് കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തിനാച്ചാ ഇങ്ങനെ സഹിക്കുന്നത്? എന്താണ് സഹനത്തിൻ്റെ ഗുണം? ഞാൻ അക്കമിട്ട് പറയാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മകളെ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിന് തരുന്നത് ദൈവത്തെ കണ്ടുമുട്ടാനാണ്. ചിന്തിക്കാമോ? അച്ഛനോട് ഒരുമിച്ച് നമ്മുടെ സന്തോഷത്തിൻ്റെ നാളുകളേക്കാൾ, ആഘോഷങ്ങളുടെ നാളുകളേക്കാൾ സഹനങ്ങളല്ലേ ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് നമ്മെ പഠിപ്പിച്ചത്? ശരിയാണത്. എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
സഹനങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടാൻ സഹായിക്കും. 2, സഹനങ്ങൾ പാപത്തിൽ നിന്ന് വിടുതൽ നേടാനായിട്ട് സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധീകരണം നടക്കണമെങ്കിൽ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആഗ്രഹിച്ച് കിട്ടിയില്ല, പ്രതീക്ഷിച്ച പോലെ സംഭവിച്ചില്ല, അങ്ങനെ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു വിങ്ങലില്ലേ, ഒരു വേദനയില്ലേ, അത് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് വിടുതൽ തരാനായിട്ട് നമ്മെ സഹായിക്കും. 3, ചില സഹനങ്ങൾ ആത്മാക്കളെ നേടാനായിട്ട്. സുവിശേഷ വേല ചെയ്യുന്ന ശുശ്രൂഷകർ, പ്രേക്ഷിതർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആത്മാക്കളെ നേടണം, ഭവനങ്ങൾ തോറും കടന്നു ചെന്ന് പ്രാർത്ഥിക്കണം, അവിടെ സങ്കടങ്ങൾ കൊണ്ടുവരണം, വെള്ളിയാഴ്ച തോറും നടക്കുന്ന ശുശ്രൂഷയിൽ വന്ന് പറഞ്ഞ് അൾത്താരിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ആത്മാക്കളെ നേടണം. വിശുദ്ധാത്മാക്കളൊക്കെ ദാഹിച്ചിരുന്ന അതാണ്. ദൈവത്തിൻ്റെ മഹത്വം, ആത്മാക്കളുടെ രക്ഷ, അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. 4, യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കുപറ്റാൻ ഭാഗ്യം ലഭിച്ചതിൽ ആനന്ദിക്കുന്നവരാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാർക്കൊക്കെ രോഗങ്ങളുണ്ടായില്ലേ, സഹനങ്ങളുണ്ടായില്ലേ, പക്ഷേ അവരുടെ അധരത്തിൽ നിന്ന് പരാതി ഉണ്ടായിരുന്നില്ല, പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്തേ? അവർ നോക്കിയത് സഹനത്തിലേക്കല്ല, പിന്നെയോ ആ സഹനങ്ങൾ സമ്മാനിച്ച യേശുവിലേക്കാണ് നോക്കിയത്. യേശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് പരിഭവം പറയാൻ സാധിക്കും? നമ്മളെക്കാൾ കൂടുതലേറെ സഹിച്ച് നമ്മൾക്ക് വേണ്ടി രക്ഷ നേടിയ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ സഹനങ്ങളെല്ലാം സൂര്യപ്രകാശത്തിൽ മഞ്ഞുതുള്ളി ഉരുകിപ്പോകുന്ന പോലെ അവിടെ ഉരുകിപ്പോകും. അതാണ് യേശുവിൻ്റെ സഹനങ്ങളിൽ പങ്കുപറ്റുന്നവർ ചിന്തിക്കുന്നത്. 5, സഹനങ്ങൾ ചിലർ ചോദിച്ചു വാങ്ങി ഈശോയോടും ആത്മാക്കളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നു. വിശുദ്ധയായിരിക്കുന്ന അൽഫോൻസമ്മ വൈദികർ കാണാൻ വരുമ്പോൾ പ്രാർത്ഥിക്കുമത്രേ, അച്ഛനൊക്കെ ആ പിതാവിനൊക്കെ എന്തോരം ഓടി നടക്കണം, ആ സഹനമൊക്കെ എനിക്ക് തായോ. അങ്ങനെ സഹനങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ട് അതിൽ സന്തോഷം അനുഭവിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ ചോദിച്ചു വാങ്ങി ഈശോയോടും ആത്മാക്കളോടുമുള്ള സ്നേഹം പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. അത് വലിയൊരു രക്തസാക്ഷിത്വമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയും വിശുദ്ധ പാതിരപ്പയും വിശുദ്ധ യൂപ്രാസ്യമ്മയും വിശുദ്ധ ചാവറ പിതാവൊക്കെ ഈ വലിയ രഹസ്യം കണ്ടെത്തി എന്നുള്ളതാണ്. ചോദിച്ചു വാങ്ങുകയാണ്, സഹനങ്ങൾ ചോദിച്ചു വാങ്ങുകയാണ്. ഒന്ന് മാറുമ്പോഴേക്കും മറ്റൊന്ന്, അതിനെക്കുറിച്ച് ഒരു പരിഭവങ്ങളില്ല എന്ന്. കാരണം ദൈവമാണ് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് വിശുദ്ധാത്മാക്കൾക്ക് അറിയാം. 6, സഹനങ്ങളിലൂടെ അനുഗ്രഹം നമുക്ക് വരും. പരീക്ഷാകാലം വരുമ്പോൾ കുട്ടികൾ മെഴുകുതിരി കത്തിക്കുന്നു, ചെരുപ്പുകൾ ഉപയോഗിക്കുന്നില്ല, ഭക്ഷണം കുറയ്ക്കുന്നു, ഉറക്കം കുറയ്ക്കുന്നു. ഒരു സഹനം ചെയ്താൽ ഉടനെ അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ്. സഹനത്തോടു കൂടിയ പ്രാർത്ഥനയാണ് കർത്താവ് ശ്രവിക്കുക. എവിടെ സഹനമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്, എവിടെ അനുഗ്രഹമുണ്ടോ അവിടെ അഭിഷേകമുണ്ട്. നമ്മുടെ കുടുംബത്തൊക്കെ വലിയ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ നേടി കിട്ടണമെങ്കിൽ നമ്മൾ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ. എനിക്കറിയാം, മദ്യപാനിയായിരിക്കുന്ന ഒരു അപ്പച്ചൻ്റെ അമ്മച്ചി ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ടോ അമ്മച്ചി? എന്നിട്ട് അച്ഛാ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുക, മുട്ടുകുത്തിയോ കരങ്ങൾ വിരിച്ചു പിടിച്ചൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് ത്യാഗമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ജെറൂസലേമിൻ്റെ മണ്ണിൽ നിന്ന് ഒരു ചെറിയ കടലാസിനകത്ത് ചരലും മണലും വാരി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഭർത്താവ് ഇരിക്കുന്ന കസേരയുടെ അടുത്ത് ഈ ചരൽ വിരിച്ച് മുട്ടുകുത്തി ഇതിനു വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, ഏതാനും നാൾ കഴിഞ്ഞിട്ട് ഭർത്താവ് പറയാണ്, നീ പോകുന്ന സ്ഥലത്തേക്ക് ഞാനും വരുന്നുണ്ടടി. വന്നിട്ട് പറയാണ്, അച്ഛാ എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്ന് മാറണം. ആരാണ് ഈ നിർദ്ദേശം കൊടുത്തത്? സ്വന്തം ഭാര്യയുടെ ത്യാഗപൂർണമായ പ്രാർത്ഥന ഈശോ കണ്ടു. ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ഈശോ പറയുന്നുണ്ട്, നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ അഭിലാഷങ്ങൾ പൂവണിയണമെങ്കിൽ നീ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സഹനങ്ങളാണ് കർത്താവിൻ്റെ ചട്ടങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്.
സഹനങ്ങളാണ് നമുക്ക് ആത്മീയമായ പരിശീലനം നൽകുന്നത്. സഹനത്തിലൂടെയാണ് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാനും തീക്ഷ്ണയോടെ പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപകൾ നമുക്ക് തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സഹനങ്ങൾ ആത്മാവിനും മനസ്സിനും ശരീരത്തിനുമുള്ള ഒരു ചികിത്സയാണ്. നമ്മുടെ സഹനങ്ങൾ നമുക്കുണ്ടായിത്തീരുന്നത്, വേദനകൾ നമുക്ക് ഉണ്ടായിത്തീരുന്നത് എൻ്റെ ആത്മാവിന്, എൻ്റെ മനസ്സിന്, എൻ്റെ ശരീരത്തിന് ദൈവം തരുന്ന ചികിത്സയാണ്. അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ പറയും, സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കും, സഹനങ്ങൾ നമ്മെ വ്യത്യസ്തരാക്കി മാറ്റും, സഹനങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും, സഹനങ്ങൾ നമ്മളെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ അഗ്നിയെ കുറയ്ക്കും, സഹനങ്ങൾ നമ്മെ പൂർണ്ണരാക്കി തീർക്കും. സൃഷ്ടവസ്തുക്കളോടുള്ള താല്പര്യം മാറ്റി സൃഷ്ടാവിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ പഠിപ്പിക്കും. ദൈവിക പദ്ധതികൾ നടപ്പിലാക്കാൻ പഠിപ്പിക്കും. സഹനങ്ങൾ നമുക്ക് ജ്ഞാനം തരും. സഹനങ്ങൾ നമുക്ക് ദൈവികമായിരിക്കുന്ന ദർശനങ്ങൾ തരും. മക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നോട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളെല്ലാം കാഴ്ചകളായി നിനക്ക് സമർപ്പിക്കുന്നു. കുടുംബത്തുണ്ടാകുന്ന സഹനങ്ങൾ, സമൂഹത്തുണ്ടാകുന്ന സഹനങ്ങൾ, എൻ്റെ സ്വകാര്യ ജീവിതത്തിന്റെ വേദനകൾ കാഴ്ചകളായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇത് കർത്താവാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സഹനങ്ങളെല്ലാം കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. ചേർന്ന് പാടാം നമുക്ക്. സഹനങ്ങളെല്ലാം കാഴ്ചകളാക്കി കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. കർത്താവിൻ്റെ വചനം പറയുന്നു, മോനെ, മോളെ, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. മരണഭയമുള്ളവർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പരാജയ ഭീതിയുള്ളവർ ഈ സമൂഹത്തിൽ ഇരിക്കുന്നുണ്ട്. രോഗഭയമുള്ളവര്, ചില വ്യക്തികളെ ഭയമുള്ളവര്, ചില ജീവികളെ ഭയമുള്ളവര്, വലിയ വെള്ളത്തെ ഭയപ്പെടുന്നവര്, ഇടിനാദത്തെ ഭയപ്പെടുന്നവര്, അതുപോലെ തന്നെ മിന്നലുകളെ ഭയപ്പെടുന്നവര്, അവരോടൊക്കെയാണ് കർത്താവ് പറയുന്നത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളിൽ കൂടി ഞങ്ങൾ നടന്നാലും കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയം അറിയില്ല. രണ്ട് കരം ഉയർത്തി അതാണ് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയത്തിന്റെ ദുരാത്മാവ് കുടുംബങ്ങളിൽ നിന്നും കൊച്ചുമക്കളിൽ ഇപ്പോൾ വിട്ടുപോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ ദുരാത്മാവ്, പൈശാചികമായ പീഡകൾ, ഭയത്തിന്റെ ദുരാത്മാവ് എല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നും, യുവജനങ്ങളിൽ നിന്നും, ദമ്പതികളിൽ നിന്നും ഇപ്പോൾ തന്നെ ഈ സമയം തന്നെ വിട്ടുപോകട്ടെ. ഞങ്ങളുടെ സഹനങ്ങൾ കാഴ്ചകളായി ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ നിന്നെ ഞാൻ ആരാധിക്കാം. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എത്രയെത്ര സഹനങ്ങൾ പാഴായി പോകുന്നുവല്ലേ. മഴ പെയ്യുമ്പോൾ വെള്ളം കടലിലേക്ക് പോകുന്നത് പോലെ ഓരോ സഹനങ്ങളും മൂല്യമുള്ളതാക്കി തീർക്കാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, എന്നാൽ കർത്താവ് അവയിൽ നിന്നെല്ലാം മോചിപ്പിക്കുന്നു. ദൈവമേ, കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംശയങ്ങൾ, കുടുംബ കലഹങ്ങൾ, അപ്പനും മക്കളും തമ്മിലുള്ള വഴക്കുകള്, വെറുപ്പുകള്, അരിശങ്ങള്, കോപങ്ങള്, ഇത് മൂലമായിട്ട് കുടുംബം ഒരു നരകത്തിനു തുല്യമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് പറയാണ്, മോനെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെ നിന്റെ കൂടെയുണ്ട്.
നിന്റെ കുടുംബത്തിന് സംരക്ഷണം നൽകാൻ, നിന്റെ ഹൃദയം നുറുങ്ങിയ വേദനകൾക്ക് ഒരു പ്രത്യുത്തരം നൽകാൻ ഇതാ യേശു നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. വചനം പറയുന്നു, ഒരുവനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അബ്രാഹമേ, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. ഓ, ദൈവം നമ്മോട് ഇങ്ങനെ പറഞ്ഞാൽ, മോനെ, ഇതാ നിനക്കൊരു പരിചയ തരുന്നു, നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. എന്തുകൊണ്ടാ പറഞ്ഞത്? ദൈവത്തിന്റെ ഹിതം അനുഷ്ഠിക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവനാണ്, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നവനാണ്, സ്നേഹം പ്രായോഗികമാക്കുന്നവനാണ്. അവന്റെ പ്രയത്നങ്ങളെ ഫലമണിയിക്കാൻ ദൈവം അവന്റെ കൂടെ നടക്കുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്താം. അവരുടെ സഹനങ്ങളെല്ലാം നമുക്ക് കർത്താവിന്റെ പക്കലേക്ക് ഉയർത്താം. പരിഹാര പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കർത്താവ് പറയുന്നു, മോനെ, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതാണ്. യേശുവേ, 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 യേശുവേ. വചനം പറയുന്നു, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചില കുടുംബങ്ങളിൽ ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവര്, വലിയ പൊങ്ങച്ചക്കാര്, പകരം വീട്ടാനെ നടക്കുന്നവര്, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവര്, വെല്ലുവിളിക്കുന്ന സ്വഭാവമുള്ളവര്, അഹങ്കാരികള്, ദ്രവ്യാഗ്രഹികള്. കർത്താവ് പറയുന്നു, എല്ലാം എനിക്കും അറിയാം, നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ വന്ന് നിന്നെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ് നിന്റെ പക്കലേക്ക് വരുന്നത്. രണ്ട് കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. യേശുവേ ഒരു പക്ഷേ നിന്നെ കളിയാക്കിയത് ക്ഷമിക്കാൻ പറ്റുന്നില്ല അല്ലേ? നിന്നെ കൊച്ചാക്കി സംസാരിച്ചു, തരം താഴ്ത്തി സംസാരിച്ചു, അപകീർത്തിപ്പെടുത്തി, നിന്റെ സത്പേരിന് കളങ്കം ചാർത്തി. അവരോട് ക്ഷമിക്കാൻ പറ്റുമോ? ആ സഹനങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കാൻ സാധിക്കുമോ? നിന്റെ രോഗങ്ങൾ, നിന്റെ ക്യാൻസർ രോഗങ്ങൾ, നിന്റെ ട്യൂമർ രോഗങ്ങൾ, നിന്റെ പകർച്ചവ്യാധികൾ, വൈറസ് രോഗങ്ങൾ, COVID-19 ഇതൊക്കെ ബാധിച്ചപ്പോഴെല്ലാം പരിഭവങ്ങളാണോ നിന്റെ അധരത്തിൽ നിന്ന് ഉയർന്നത്? ഇതാ ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ ശിരസിലെ ഓരോ മുടിയിഴയും ഞാൻ എണ്ണപ്പെട്ടിട്ടുണ്ട്. ഞാൻ അറിയാതെ, എൻ്റെ പച്ചക്കൊടി കാണിക്കാതെ, എൻ്റെ അനുമതിയില്ലാതെ, മോനെ, മോളെ, നിനക്കൊരു സഹനം ഉണ്ടാകുകയില്ല. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി, സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. സ്വരമുയർത്തി, സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. നിന്റെ അലച്ചിലുകൾ കർത്താവിന് വിട്ടുകൊടുക്കുക. എല്ലാ സഹനങ്ങളും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഇതാ കാഴ്ചയായി തരുന്നു. അവയെല്ലാം കൃപകളായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭീരുത്വം വിട്ടുപോകട്ടെ, ഞങ്ങളുടെ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ, ഞങ്ങളുടെ കണ്ണുനീര് തുടച്ച് ആത്മധൈര്യത്തോടെ അവിടത്തെ സ്വീകരിക്കുവാൻ ഞങ്ങളിതാ വരുന്നു. യേശുവേ, യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സഭയെ അനുഗ്രഹിക്കണമേ, അഭിമാന പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ,
കർത്താവേ നാനാജാതി മതസ്ഥരെ അനുഗ്രഹിക്കണമേ. കർത്താവേ ആരോഗ്യ വകുപ്പിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹിക്കാനുള്ള വലിയ കൃപ നൽകണമേ. ദൈവത്തിന്റെ വലിയ കൃപ ഈ നിമിഷം ഞങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവേ. ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കർത്താവേ നിന്റെ കൃപ ഒഴുകട്ടെ കർത്താവേ. യേശുവേ സഹിക്കാനുള്ള വലിയ കൃപ ഒഴുകണമേ കർത്താവേ. എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഹനത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് കർത്താവേ നിന്റെ കുരിശിന്റെ വലിയൊരു സംരക്ഷണം മക്കൾക്ക് നൽകണമേ. യേശുവേ ആരാധന 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 പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാ